ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ ബിർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് എന്ന സ്ഥാപനത്തിലെ ജോബ് വേക്കൻസി ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു ജോബ് വേക്കൻസി ചാനൽ. കേന്ദ്ര സർക്കാരിൻ്റെ ബിർബൽ സാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസ് എന്ന സ്ഥാപനത്തിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം. ഒന്നാമത്തേത് ലോവർ ഡിവിഷൻ ക്ലർക്ക്. ഈ തസ്തികയിലേക്ക് മൊത്തത്തിൽ 7 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ 3 ജനറൽ കാറ്റഗറി, 1 EWS, 2 OBC കാറ്റഗറി, 1 SC വിഭാഗക്കാർക്ക് എന്നിങ്ങനെയാണ് 7 തസ്തിക ഒഴിവുള്ളത്. രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS. ഈ തസ്തികയിലേക്ക് ഒഴിവ് വന്നിരിക്കുന്നത് 8 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതിൽ ജനറൽ UR കാറ്റഗറിയിലേക്ക് 4 ഒഴിവുകളും 2 EWS വിഭാഗക്കാർക്കും 2 ST വിഭാഗക്കാർക്കും, അങ്ങനെയാണ് മൊത്തത്തിൽ 8 ഒഴിവുകൾ വന്നിരിക്കുന്നത്. ഈ 2 തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. രണ്ടും കൂടെ ചേർത്ത് ഏകദേശം 15 ഒഴിവുകളാണ് വന്നിരിക്കുന്നത് മൊത്തമായിട്ട്. ഈ ജോലി ലഭിക്കുന്നവർക്ക് മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം ലോവർ ഡിവിഷൻ ക്ലർക്ക് ആ തസ്തികയിലുള്ളവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 19,900 രൂപ മുതൽ 63,200 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS ആ കാറ്റഗറിയിൽ ജോലി ലഭിക്കുന്നവർക്ക് 18,000 രൂപ മുതൽ 56,900 രൂപ വരെ മാസത്തിൽ ശമ്പളമായിട്ട് ലഭിക്കുന്നതാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മറ്റുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തിക എന്ന് പറയുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ഈ തസ്തികയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയാം. മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ആണെങ്കിൽ മിനിറ്റിൽ 35 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹിന്ദി ആണെങ്കിൽ മിനിറ്റിൽ 30 വേർഡ്സ് ടൈപ്പ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ അപേക്ഷിക്കുന്ന വ്യക്തി ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടർ നോളജിനെ കുറിച്ച് ടാലിയെക്കുറിച്ചും അക്കൗണ്ട്സിനെ കുറിച്ചും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിനെ കുറിച്ചും വേർഡ്, എക്സൽ എന്നീ ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ലോവർ ഡിവിഷൻ ക്ലർക്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിസേബിൾ ഉണ്ട്. നിങ്ങൾക്ക് ഏത് സ്യൂട്ടാണോ നിങ്ങൾ അതുപോലെ അപേക്ഷിക്കുക. എസെൻഷ്യൽ ആണെങ്കിൽ 12ാം ക്ലാസ്സും ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഓക്കെ. രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ് വേണ്ടത്. ITIയുടെ സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. ഇതിനകത്തും ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയില്ല. അങ്ങനെയുള്ളവർക്ക് ഈ കമ്പ്യൂട്ടർ നോളജ്, ടൈപ്പിങ്ങും ബൈൻഡിങ്ങും അതുപോലെ തന്നെ ഡ്രൈവിങ്ങും കുക്കിങ്ങും ഹൗസ് കീപ്പിങ്ങും ഗാർഡൻ, ഇലക്ട്രീഷ്യൻ, പ്ലംബിംഗ് ഇങ്ങനെയുള്ള വർക്കിനെയൊക്കെ കുറിച്ച് അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അങ്ങനെ അപേക്ഷിക്കാം. അതില്ല എങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് യോഗ്യത സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഇത് വെച്ച് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 2 തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയായിട്ടാണ് ഈ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിൽ അതിനുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത്
രണ്ട് തസ്തികയിലേക്കും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. പിന്നെ ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവും, SC/ST വിഭാഗക്കാർക്കാണെങ്കിൽ 5 വർഷത്തെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിയിലുള്ളവർക്കും ഗവൺമെൻറ് റൂൾ അനുസരിച്ചുള്ള ഇളവ് ഈ ജോലിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ ജോലിക്ക് വേണ്ടി പുരുഷന്മാർക്കും മാത്രമല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ ചെറിയൊരു ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫീസ് അടയ്ക്കേണ്ടത് OBC കാറ്റഗറി ഉള്ളവരും അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ളവരും ആണ് ഫീസ് അടയ്ക്കേണ്ടത്. അവർ ഏകദേശം 250 രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത്. മറ്റുള്ള SC/ST അതുപോലെ തന്നെ EWS വിഭാഗക്കാരും അതുപോലെ തന്നെ സ്ത്രീകളാരും എന്ത് ചെയ്യേണ്ട, ഫീസ് അടയ്ക്കേണ്ട. ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയും മാത്രം 250 രൂപ എന്ത് ചെയ്യണം, ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കേണ്ടത് ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് അവർ ഫീസ് അടയ്ക്കേണ്ടത്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി അവർ അതിനുള്ള അഡ്രസ്സ് പറയാം, ബിൽബാൽ ഷാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയ സയൻസ് എന്ന ഇതിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് എന്ത് ചെയ്യണം, ഫീസ് 250 രൂപ അടയ്ക്കേണ്ടതാണ്. മറ്റുള്ളവർ ആരും എന്ത് ചെയ്യേണ്ട, ഫീസ് അടയ്ക്കേണ്ടത് ഓഫ്ലൈൻ വഴിയായിട്ടാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഈ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഉണ്ട്. www.bsip.res.in എന്ന വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ജോലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ജോലിക്ക് വേണ്ടി ഓഫ്ലൈൻ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളെടുത്ത് എന്ത് ചെയ്യണം, DD ഉള്ളവരും അതും ഈ പോസ്റ്റിൻ്റെ അകത്താണ് വെക്കേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയേ അപേക്ഷിക്കാവുള്ളൂ. രജിസ്റ്റേർഡ് പോസ്റ്റ് മാത്രമേ അപേക്ഷിക്കാവുള്ളൂ, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അപേക്ഷിക്കുമ്പോൾ അതിനുള്ള അഡ്രസ്സ് പറയാം, രജിസ്ട്രാർ ബിൽബാൽ ഷാഹിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയ സയൻസ് 53 യൂണിവേഴ്സിറ്റി റോഡ് ലക്നോ. പിൻകോഡ് പറയാം 226007 എന്ന പിൻകോഡിൽ UP ആണ്. ഈ അഡ്രസ്സിൽ നിങ്ങൾ വെച്ച് എന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ നല്ല ശമ്പളമുണ്ട്. അതുകൊണ്ട് മാക്സിമം ജോലി പ്രയോജനപ്പെടുത്തുക. സ്ത്രീകൾക്കും അപേക്ഷിക്കാം, അവരാരും ഫീസ് അടയ്ക്കേണ്ട. നിങ്ങൾക്കല്ലാതെ ഓഫ്ലൈൻ വഴി എന്ത് ചെയ്യാം, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരതിനകത്ത് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് അവർ മറുപടി തരുന്നതായിരിക്കും. അതിനുള്ള കോഡ് പറയാം. ആദ്യത്തെ ഇത് ലൈൻ ഫോൺ നമ്പറാണ്. അതിനുള്ള കോഡ് പറയാം. ആദ്യം 0522 ഇതാണ് കോഡ് നമ്പർ. ഫോൺ നമ്പർ ഇതാണ് 2742961 എന്ന നമ്പറിൽ വിളിക്കുക. രണ്ടാമത് വേറൊരു നമ്പറുണ്ട് 2742956 ഈ നമ്പറിലും വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത് ഒരു നമ്പറുണ്ട് 2742918. ഈ 3 നമ്പറുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. വിളിക്കേണ്ട സമയം പറഞ്ഞിട്ടുണ്ട്, മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെ വിളിക്കാവുള്ളൂ. അതും രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5:45 വരെ എന്ത് ചെയ്യുള്ളൂ, വിളിക്കാൻ പറ്റുകയുള്ളൂ. കാരണം അത് അവർ ഓഫീസ് ടൈമാണ്. ആ സമയങ്ങളിൽ വിളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർ ഫോൺ അറ്റൻഡ് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ട്, അവർ നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഫോം. ഈ ഫോമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം, പോസ്റ്റ് വഴി ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം, ലാസ്റ്റ് ഡേറ്റ് അവർ തന്നിരിക്കുന്നത് ഒക്ടോബർ മാസം 23-ാം തീയതി വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 23. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ എന്ത് ചെയ്യുക, ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിൽ ഒക്ടോബർ 23-ന് മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് വേഗത്തിൽ കിട്ടുകയും ചെയ്യും. 2 ഇത് അവരെ കയ്യിൽ എത്തിച്ചേരും. അത് എത്തിയില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് വരും. അതുകൊണ്ടാണ് രജിസ്റ്റേർഡ് പോസ്റ്റ് തന്നെ അപേക്ഷിക്കാവുള്ളൂ. നോർമലായിട്ടുള്ള പോസ്റ്റിൽ നിങ്ങൾ അപേക്ഷിക്കരുത്. അപ്പം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോലി ഏറ്റവും കൂടുതൽ വരുന്നത് കേരളത്തിൻ്റെ പുറത്താണ്. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഡൽഹിയിലും മറ്റുള്ള സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി വരുന്നത്.
അതുകൊണ്ട് ഈ ജോലി നിങ്ങൾ കേരളത്തിൻ്റെ പുറത്തായതുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. നിങ്ങൾ അപേക്ഷിക്കുക. സർക്കാർ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നെങ്കിൽ അത് വളരെ ഗുണകരമായി തീരും. മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുപോലുള്ള സർക്കാർ ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് ഇൻഫോർമേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. വേഗം തന്നെ നിങ്ങൾ ബെല്ലൈക്കണിൽ പോയി എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സർക്കാർ ജോലികളെക്കുറിച്ച്, കേന്ദ്ര സർക്കാരിൻ്റെ ജോലിയെക്കുറിച്ചും കേരള സർക്കാരിൻ്റെ ജോലികളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ റിലേറ്റീവ്സിന്, അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് വളരെ എന്ത് ചെയ്യാം, പ്രയോജനകരമായി തീരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.